നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. നിരോധന കാലത്ത് ട്രോളിംഗ് ബോട്ടുകൾക്ക് മത്സ്യബന്ധനം അനുവദിക്കില്ല. പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വിവേചനമാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് കാരണമായതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFന്റെ അടിത്തറ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണെന്നും വെള്ളാപ്പള്ളി. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെഡി ഹബ് ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. തടികയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞ വീടിന് മുകളിൽ വീണു. 3 പേർക്ക് പരിക്ക്. പുറക്കാട് ജംഗ്ഷന് തെക്ക് ഭാഗത്താണ് അപകടം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂൺ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകൾക്ക് മത്സ്യബന്ധനം അനുവദിക്കില്ല. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിനു തടസ്സമില്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന ബോട്ടുകളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി. അവശേഷിക്കുന്ന മുഴുവൻ ബോട്ടുകളും ഇന്നത്തോടെ മടങ്ങിയെത്തും. ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലുമുള്ള സ്വകാര്യ ഡീസൽ ബങ്കുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രവർത്തിക്കാൻ പാടില്ല. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള മതിയായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വള്ളങ്ങളിൽ കരുതണം. GPS, വയർലെസ് സിഗ്നൽ ലൈറ്റുകൾ തുടങ്ങിയവ വാർത്താവിനിമയ ദിശാനിർണയ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമം ആയിരിക്കണം. വള്ളങ്ങളുടെ ലൈസൻസ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ സംബന്ധമായ രേഖകൾ എന്നിവ വള്ളങ്ങളിൽ സൂക്ഷിക്കണം. മത്സ്യബന്ധനം നടത്തുന്നവർ ചെറുമീനുകളെ പിടിക്കാൻ പാടില്ല. നിരോധന കാലത്ത് ഇൻബോർഡ് വള്ളത്തിനൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ. ഈ കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകും. തീരജില്ലകളിൽ 24 മണിക്കൂറും ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ടൈനൂസ് ആലപ്പുഴ. പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വിവേചനമാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് കാരണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ് LDFന്റെ പിന്തുണയായി നിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി. ഈ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ അടിസ്ഥാനപരത്തിൽ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് നേരാണ്. അത് നഷ്ടപ്പെടുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഇവിടെ ചില വിഭാഗങ്ങളെ പ്രത്യേകമായി താലോലിക്കുകയും മറ്റൊരു വിഭാഗം താലോലിച്ചില്ലെങ്കിലും കണ്ടഭാവം നടിക്കാതെ, ആരും ആ ഉണപ്പത്ത് പോലും കാണിച്ച് കണ്ടഭാവം നടിക്കാതെ അവർ കൂടെ ഉണ്ട് എന്നുള്ള വിചാരത്തിൽ പോകുമ്പോൾ എന്നും ഇവരുണ്ടാകില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇരുപരാതി പിന്നോക്ക സമുദായത്താണ്. ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധം ഉണ്ടായി. LDFന്റെ അടിത്തറ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ്. അവരെ മറന്നാണ് LDF മുസ്ലിം പ്രീണനം നടത്തുന്നത്. ഫലം വന്നപ്പോൾ കാന്തപുരം പോലും സഹായിച്ചില്ലെന്നും തെളിഞ്ഞു. എവിടെ പരാജയപ്പെട്ടാലും ആലപ്പുഴയിൽ LDF തോക്കരുതായിരുന്നു. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. AM ആരിഫിന് ജയസാധ്യതയില്ലെന്ന് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കുമെന്നും താൻ പറഞ്ഞിരുന്നു. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പട്ടിക പിന്നോക്ക വിഭാഗങ്ങൾ NDA പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളൊന്നും UDFും LDFും പരിഗണിച്ചില്ല. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ വലിയ മല്ലന്മാരെ അദ്ദേഹം അടിച്ചു താഴെയിട്ടു. പക്ഷേ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് അവകാശപ്പെട്ട BJPക്ക് അതുണ്ടായില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം ആലപ്പുഴയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത, അടിസ്ഥാന വർഗത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതാണ്. അവർക്ക്
ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും പലയിടത്തും ഒരുപാട് കുറവുകളും സംഭവിച്ചു എന്നുള്ളത് നേരെ തന്നെ. തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിക്ക് ജയിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 വലിയ മന്നന്മാരാണ് അടിച്ച് താഴ്ത്തിട്ട് കളഞ്ഞത്. അത് ചെറിയ ഭൂരിപക്ഷത്തിലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി BJPയുടേത് ആദ്യമായിട്ടൊരു MP ഇവിടുന്ന് പാസ്സായി എന്ന് പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ വളർച്ച മാത്രമല്ല, കേരള ഒട്ടുക്ക് അവർക്ക് നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടി എന്നുള്ളതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രത്യേകത. സെൻട്രലിൽ പോലും BJP 400 സീറ്റ് 350 സീറ്റ് ഉറപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പോലും NDAക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് സഹിച്ചിരുന്ന BJPക്ക് പോലും ഒറ്റയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10-30 സീറ്റ് കുറച്ചാണ് ഇത്തവണ ഇന്ത്യയിൽ കിട്ടിയത്. ന്യൂസ് ചേർത്തല. തടികയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞ വീടിന് മുകളിൽ വീണ 3 പേർക്ക് പരിക്ക്. പുറക്കാട് ജംഗ്ഷന് തെക്കുവശത്തായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് തടി കയറ്റിപ്പോയ ലോറിയുടെ ഡ്രൈവർ കുമാർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പുറക്കാട് പുത്തൻപറമ്പ് ബാബുവിൻ്റെ വീടിൻ്റെ മുന്നിലേക്കാണ് ലോറി തലകീഴായി മറിഞ്ഞത്. ഇദ്ദേഹം മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ തയ്യാറാകുന്നതിനിടയിലായിരുന്നു അപകടം. ലോറി മറിഞ്ഞ വീടിൻ്റെ ജനൽച്ചില്ലുകൾ പൊട്ടി. ബാബുവിൻ്റെ മാതാവ് തങ്കമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ ലോറിയുടെ ക്ലീനർ തിരുവനന്തപുരം സ്വദേശി ദിലീപിൻ്റെ കൈക്ക് ഒടിവ് സംഭവിച്ചു. സമീപത്ത് ബിജുവിൻ്റെ വീടിന് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ തടികൾ കടിയിൽപ്പെട്ട് തകർന്നിട്ടുണ്ട്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മാണ കൈവരികൾ തകർത്താണ് ലോറി മറിഞ്ഞത്. സർവീസ് റോഡിലേക്കാണ് മറിഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ 3:30-ക്കായിരുന്നു അപകടം നടന്നത്. തെരുവുനായ്ക്കൾ ആടുകളെ കൊന്നു. ചേർത്തല വയലാർ പഞ്ചായത്ത് 7-ാം വാർഡിൽ തെരുവുനായയുടെ കടിയേറ്റ് 3 ആടുകളാണ് ചത്തത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വയലാർ പഞ്ചായത്ത് 7-ാം വാർഡിൽ നെസ്റ്റിൻ വീട്ടിൽ ഷൺമുഖന്റെ വീട്ടിലെ 3 ആടുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ആടുകളുടെ കരച്ചിൽ കേട്ട് ഷൺമുഖനും കുടുംബവും എത്തിയപ്പോൾ 6ഓളം തെരുവ് നായ്ക്കൾ ആടുകളെ കടിച്ച് വലിക്കുകയായിരുന്നു. നായ്ക്കൾ തങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് ഷൺമുഖൻ പറയുന്നു. വയലാറിലും പരിസര പ്രദേശങ്ങളിലും ഏറെ നാളായി തെരുവ് നായ ശല്യം രൂക്ഷമാണ്. ന്യൂസ് ചേർത്തല. നീന്തൽ പരിശീലനത്തെത്തിയവർക്കൊപ്പം നീന്തി മന്ത്രി P. പ്രസാദ്. മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി രാജ്യാന്തര സാഹസിക നീന്തൽ താരം SP മുരളീധരൻ നയിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിലുള്ളവർക്കൊപ്പമാണ് മന്ത്രി P. പ്രസാദ് നീന്തിയത്. ആരും പിടിച്ചില്ല. ആടി സൂപ്പറായിരിക്കും. ആരും പിടിച്ചില്ല. അറിയില്ല പറഞ്ഞ ആളാണ്. ഇത്തിരി വെള്ളം കുടിച്ചു. മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യാന്തര സാഹസിക നീന്തൽ താരം SP മുരളീധരന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ചേർത്തല നഗരസഭാ പരിധിയിലെ 100 വിദ്യാർത്ഥികളെ നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് പഴങ്കുളത്തായിരുന്നു പരിശീലന ക്യാമ്പ് ഒരുക്കിയിരുന്നത്. രാവിലെ 6:30-നാണ് മന്ത്രി കുട്ടികളോടൊപ്പം നീന്താനിറങ്ങിയത്. വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രതിനിധി മിനി രാജേന്ദ്രൻ, വിമൽ റോയ്, മന്ത്രി എന്നിവർ കുട്ടികളോടൊപ്പം നീന്തുകയും ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കരാർ ഇടപാട് വിവാദം. അന്വേഷണം ആരംഭിച്ചു. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ മെഷീന്റെ അനുബന്ധ സാമഗ്രികളും വാങ്ങുന്നതിനും കരാർ ഇടപാട് വിവാദമായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി ജീവനക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ പരാതിയായതോടെ പോലീസ് അന്വേഷണം തുടങ്ങിയത്. ആശുപത്രിയിലെ ഏതാനും ജീവനക്കാരെ ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. AK ആന്റണിയുടെ MP ഫണ്ടിൽ നിന്നും ആശുപത്രി ഡിജിറ്റൽ എക്സ്റേ മെഷീനും കമ്പ്യൂട്ടറൈസ്ഡ് റേഡിയോഗ്രാഫി മെഷീനും വാങ്ങുന്നതിനായി 2019-ൽ 20 ലക്ഷം രൂപ അനുവദിച്ചു. കെട്ടിടം ചേർത്തല നഗരസഭ നിർമ്മിച്ചു. റേഡിയോഗ്രാഫി മെഷീനറിക്കായുള്ള കരാറിലാണ് ഇടപെടൽ വിവാദമുയർന്നത്. കരാറിന് മുമ്പ് അവധി ദിവസത്തിൽ പ്രത്യേക കമ്പനിയുടെ പ്രതിനിധി ആശുപത്രിയിലെത്തിയത് തർക്കങ്ങൾക്കും ഇടയാക്കി.
ഇയാളുടെ ഓഫീസിലെ സന്ദർശനം താൽക്കാലിക ജീവനക്കാരൻ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ഏതാനും ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരൻ അറിയാതെ ഫോണിൽ നിന്നും ഈ ഫോട്ടോ നീക്കം ചെയ്തുവെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇതിൽ നടപടി ആവശ്യപ്പെട്ട് താൽക്കാലിക ജീവനക്കാർ ആദ്യം ചേർത്തല പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതിയും നൽകിയിരുന്നു. ടൈനോസ് ചേർത്തല. പക്ഷിപ്പനിയെ തുടർന്ന് കള്ളിങ് നടത്തിയ മുഹമ്മയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷിപ്പനിയെ തുടർന്ന് കള്ളിങ് നടത്തിയ മുഹമ്മ പഞ്ചായത്ത് 9-ാം വാർഡിൽ വരും ദിവസം അണുനശീകരണം നടത്തും. രോഗം ആദ്യമായി കണ്ടെത്തിയ കമല നിവാസിൽ ജയശ്രീ ശശികുമാറിന്റെ ഫാമിൽ നാളെയും എലിപ്പനം ഭാഗത്ത് പക്ഷികളെ കത്തിച്ച് മറവ് ചെയ്ത സ്ഥലത്തും പരിസരത്തും മറ്റന്നാളുമാണ് അണുനശീകരണം നടത്തുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്താൻ പ്രത്യേക സംഘം മുഹമ്മയിൽ എത്തും. ടൈനോസ് മുഹമ്മദ്. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെഡിഹബിന്റെ ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൂച്ചാക്കലിൽ നടന്ന ചടങ്ങ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി പി പ്രസാദ് സ്കാനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ദലീമ ജോജോ MLA ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ലാബ് ഉദ്ഘാടനവും CB ചന്ദ്രബാബു പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. സാന്ത്വനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, NR ബാബുരാജ്, PK സാബു, ഷേർലി ഭാർഗവൻ, R രജിത, B ഷിബു, രാഗിണി രമണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സാന്ത്വനം സെക്രട്ടറി B വിനോദ് സ്വാഗതവും ട്രഷറർ P ഷാജിമോഹൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ 2551 നമ്പർ കറുത്തകക്ക സഹകരണ സംഘത്തിൽ നിന്നും വിരമിച്ച CV ഇന്ദുകുമാറിന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. മുഹമ്മ 2551 നമ്പർ കറുത്തകക്ക സഹകരണ സംഘത്തിൽ അളവുജോലിയിൽ നിന്നും വിരമിച്ച CV ഇന്ദുലാലിന് സംഘാംഗങ്ങളും സഹപ്രവർത്തകരും യാത്രയയപ്പ് നൽകി. സംഘം സെക്രട്ടറി CS കലാമോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. PV മുരളീധരൻ, VP ചിദംബരൻ, KM റെജിമോൻ, KL തിലകൻ, PT മഹീധരൻ, KC റോയി, P രാജേന്ദ്രൻ, K ലാലൻ എന്നിവർ സംസാരിച്ചു. PS സുരേഷ് ബാബു സ്വാഗതവും TP സുമേഷ് നന്ദിയും പറഞ്ഞു. ടൈനോസ് മുഹമ്മ. വർഷങ്ങൾ നീണ്ട ഇൻഡോ മെക്സിക്കൻ പ്രണയകഥയ്ക്ക് തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിൽ സാഫല്യം. മെക്സിക്കൻ പൗരനായ സാം സെപ്പേട്ടയും ചങ്ങനാശ്ശേരി സ്വദേശിയായ ഷാർലറ്റുമാണ് വിവാഹിതരാവുന്നത്. അമേരിക്കയിലെ ഹൈസ്കൂൾ പഠനകാലത്താണ് മെക്സിക്കൻ പൗരൻ സാം സെപ്പേട്ടയുമായി ഷാർലറ്റ് സൗഹൃദത്തിലാവുന്നത്. ആ സൗഹൃദം കൂടുതൽ ദൃഢമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. പ്രണയം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അവിടെയാണോ പഠിച്ചതൊക്കെ? എല്ലാം അവിടെ പഠിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കോളേജ് എല്ലാം ഒരുമിച്ച് പോയത്. ഫാമിലി ഇവിടെ ഉണ്ട്, പേരൻസ് അവിടെ ഉണ്ട്, ബാക്കി ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട്. കേരളത്തിലെ മെക്സിക്കോയിലെ ഒരു ആംബിയൻസ് കേരളത്തിലും. അപ്പം അങ്ങനെ അവിടുത്തെ അവരുടെ ഫാമിലിയെ എനിക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. സാമിന്റെ ഫാമിലി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വെഡിങ് നടത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? അവിടുന്ന് 9 പേര് വന്നിട്ടുണ്ട്. 17 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് ചേക്കേറിയ വിൻസെന്റിന്റെയും റാണിയുടെയും മകളാണ് ഷാർലറ്റ്. മെക്സിക്കൻ വംശജരായ ഹുവാൻ മരിയ ദമ്പതികളുടെ മകനാണ് സാം. മെക്സിക്കൻ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള കേരളത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് സാമും കുടുംബവും കേരളത്തിലെത്തിയത്. കേരളത്തിൽ വന്നാൽ ജീവിക്കാനുള്ള അത്യാവശ്യം കുറച്ച് മലയാളം സാം പഠിച്ചെടുത്തിട്ടുണ്ട്. You're always hungry, so you know what to say. Oh yeah, so I'm always hungry. So the first thing they taught me was Inikie Bashikunu, and then Inikie Kahikunu. So with those, you know the basics. I know the basics to to survive in Kerala for right now. Yeah. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ആടിയും പാടിയുമാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത്. വേമ്പനാട്ട് കായലിനെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി ഇരുവരും മോതിരം കൈമാറി. തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി വേരൂർ സെന്റ് ജോസഫ് പള്ളിയിലാണ് വിവാഹം. ഏക സഹോദരൻ ഷാരോൺ അമേരിക്കയിൽ ഗൾഫ് കോസ്റ്റ് എഡ്യൂക്കേറ്ററിൽ ബാങ്ക് മാനേജറാണ്. മെക്സിക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് മൈല് താണ്ടി വേമ്പനാട് കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനിയും വരുമെന്ന് ഇവർ പറയുന്നു. വിവാഹ ജീവിതവും ഡോക്ടറാകാനുള്ള പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ടൈം ന്യൂസ് ആലപ്പുഴ.
ചേർത്തല വാരനാട് മാക്ഡവൽ ആൻഡ് UB വെൽഫെയർ ഫണ്ട് തൊഴിലാളി സംഗമം നടന്നു. വെള്ളിയാകുളം NSS കരയോഗം ഹാളിലാണ് സംഗമം നടന്നത്. വെള്ളിയാകുളം NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുൻ തണ്ണീർമുക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവീൺ G. പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പ്രസിഡന്റ് AK അനിൽകുമാർ അധ്യക്ഷനായി. G. സുരേഷ് ബാബു, NK രാജൻ, PS ബിജുമോൻ, A. പ്രവീൺ, K. ജോസഫ് GP, ഷൈൻ TV, ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. നിർഭാഗ്യവശാൽ നമ്മുടെ സ്ഥാപനം നമ്മുടെയൊക്കെ വലിയ ഒരു സമ്പത്ത് തന്നിരുന്നൊരു സ്ഥാപനം അത് അടഞ്ഞുപോയി. അത് കുറേ ആളുകൾക്ക് അതിന് വലിയ ഗുണപരമായി വന്നു, പക്ഷെ കുറച്ച് ആളുകൾക്ക് അതിൻ്റെ ഗുണപരമായി കിട്ടിയില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായ വ്യവസ്ഥിതികളുടെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടായ വിഷയങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്നും സ്നേഹ സമ്മാനവും നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ഗണേശോത്സവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ചികിത്സാ സഹായവും കൈമാറി. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഠനോപകരണ വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. ഗണേശോത്സവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് S. സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി AL രതീഷ് സ്വാഗതം ആശംസിച്ചു. ശിവസേന ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ G. ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗണേശോത്സവ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ശ്രീ MS ഭുവനേന്ദ്രജിയാണ് കേരളത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ ഗണേശ ഉത്സവം എന്നൊരു ആഘോഷ പരിപാടി കാഴ്ചവെച്ചത്. പക്ഷേ ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭഗവാന്റെ ഗണേശ ഉത്സവം ജാതി മത രാഷ്ട്രീയമെന്നതിനെതിരെ എല്ലാവരും ഭക്തി ആനന്ദത്തോടുകൂടി കൊണ്ടാടുന്നു. ഈ കഴിഞ്ഞ വർഷം വിവാദത്തിലാണ് കൂടുതലും ഗണേശ ഉത്സവം ജനങ്ങൾ അവരുടെ സ്വന്തം ഉത്സവമായി കണ്ട് ഇപ്പോൾ മുക്കിലും മൂലയിലും മഹാരാഷ്ട്രയിൽ നടക്കും പോലെ കേരളത്തിന്റെ 14 ജില്ലകളിലും ശ്രീ ഗണേശ ഉത്സവം നടത്തി വരാറുണ്ട്. നിർധനരായ രോഗികൾക്ക് ചികിത്സാധന സഹായം നൽകുകയും ചെയ്തു. തുടർന്ന് മിടുക്കി ടെക്സ്റ്റൈൽസ് ഉടമ മായ സണ്ണി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ബിജുലാൽ KP, സുനിൽ, സുകുമാരൻ, ML രമേശ്, വിനീഷ് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി KP ഉദയപ്പൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. കുറ്റിക്കാട്ട് ജ്ഞാനോദയം 522 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുറ്റിക്കാട് പ്രാർത്ഥനാ മന്ദിരം ഹാളിൽ നടന്ന പരിപാടി SNDP യോഗം ചേർത്തല അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് N. തിലകൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദീവരം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. SNDP യൂണിയൻ മുൻ പ്രസിഡന്റ് KV സാബുലാൽ അനുമോദനങ്ങൾ നൽകി. വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് KT ഷാജി, യൂണിയൻ കമ്മിറ്റി മെമ്പർ VM ചെല്ലപ്പൻ, വനിതാ സംഘം ചേർത്തല യൂണിയൻ പ്രതിനിധി ബേബി ഷാജി, വനിതാ സംഘം പ്രസിഡന്റ് ശോഭന ദിമിത്രോവ്, വനിതാ സംഘം സെക്രട്ടറി സജിത ബാബു, കമ്മിറ്റി അംഗം KP ഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 522 ശാഖായോഗത്തിലെ 9ഓളം യൂണിറ്റുകളുണ്ട്. ഫലപ്രദമായിട്ടത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു മീറ്റിംഗ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഇവിടെ നടക്കുമ്പോൾ തൻ്റെ മക്കളെ ആദരിക്കുന്നത് കാണാനായിട്ട് പല വീട്ടിൽ നിന്നും ആ കുട്ടികളുടെ പാരൻസ് ഇല്ല. ഇതുപോലെ പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയാണ് ഒരു ഈഴവനും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇതുപോലെയുള്ള ഈ പഠനോപകരണ വിതരണങ്ങളും അവരെ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുമോദനങ്ങൾ സംഘടിപ്പിക്കുന്നതും ഒക്കെ മറ്റ് സഹോദര സമുദായങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെന്ന് കാണാം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സംഘടനാശേഷിയും ഒക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ സംഘടനാപരമായിട്ടുള്ള വിഷയം നമുക്കുള്ളിലുള്ളതാണ്. പറഞ്ഞു തീർക്കാൻ നമുക്ക് വേദിയുണ്ട്. പക്ഷെ പൊതുവായിട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെയും മക്കളുടെയും പേരക്കിടാങ്ങളുടെയും ഒക്കെ ബൗദ്ധികമായിട്ടുള്ള പുരോഗതിക്ക് അടിസ്ഥാനപ്പെടുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വിമർശനം മാറ്റി നിർത്തിക്കൊണ്ട് അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള വേദി പങ്കിടാൻ നിങ്ങളുടെ മനസ്സ് പരുവപ്പെടുത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ ശ്രീനാരായണീയനായിട്ട് പരുവപ്പെടുന്നത്. ശാഖായോഗം സെക്രട്ടറി V. രവീന്ദ്രൻ സ്വാഗതവും കമ്മിറ്റി അംഗം KP ഭദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. നിരോധന കാലത്ത് ട്രോളിംഗ് ബോട്ടുകൾക്ക് മത്സ്യബന്ധനം അനുവദിക്കില്ല. പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വിവേചനമാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് കാരണമായതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFന്റെ അടിത്തറ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണെന്നും വെള്ളാപ്പള്ളി. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെഡി ഹബ് ഉദ്ഘാടനം നടന്നു. ശരീര സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. തടികയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞ വീടിന് മുകളിൽ വീണു. 3 പേർക്ക് പരിക്ക്. പുറക്കാട് ജംഗ്ഷന് തെക്ക് ഭാഗത്താണ് അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.